എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റാതെ സവാളയൊന്നും ചേർക്കാതെ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന കണ്ണടച്ച് തുറക്കും മുന്നേ റെഡിയാവുന്ന ഒരു റെസിപ്പി. എങ്ങനെയുണ്ട്? കേൾക്കുമ്പോൾ അടിപൊളിയായിട്ടില്ലേ? പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുമ്പോൾ അത് അടിപൊളി തന്നെയായിരിക്കും. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇനി ജൂൺ മാസം ആവാറായി, സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, കുട്ടികൾക്ക് കൊടുത്തയക്കും. അടിപൊളിയായിരിക്കും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട് വീഡിയോ, നമ്മുടെ 1 പോട്ട് ചിക്കൻ റോസ്റ്റ്, അത് എത്ര പേര് തയ്യാറാക്കിയിട്ടുണ്ട്? അതിന്റെ വലിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്, പക്ഷേ ഷോർട്ട് വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലും ഇതുപോലെ തന്നെയാണ്, വഴറ്റണ്ട, എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടി. റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയോ പൊറോട്ടയോ നമ്മളത് റോൾ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായുള്ള ഒരു ടിഫിൻ ബോക്സ് ഐറ്റമാണ്. അതും ട്രൈ ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള, അതേസമയം ഈസി പീസി ആയിട്ടുള്ള കുക്കർ ബട്ടർ ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കുക്കർ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ. പക്ഷെ നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാം. 1 കിലോ ചിക്കന്റെ അളവാണ് ഞാൻ പറയുന്നത്. അതിന് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള മസാലകളെല്ലാം ഒരുമിച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് വെക്കണം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് അവസാനം കുറച്ചും കൂടി ഗരം മസാല വേണ്ടി വരും. പിന്നെ 3/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് നല്ല ജീരകം പൊടിച്ച പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത്ര ഐറ്റംസ് ആണ്. അതായത് 3 നല്ല പഴുത്ത തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി. ഇതിൽ നമ്മൾ സവാള ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വെളുത്തുള്ളി വേണ്ട, വെളുത്തുള്ളി താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി തീർച്ചയായിട്ടും ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. നന്നായി അരച്ചിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് കുക്കറിലാണോ നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ആ കുക്കർ എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ഒരിക്കലും, കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടറാണ്. നിങ്ങൾക്ക് ബട്ടർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പം മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കുക. അത് ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ മെൽറ്റ് ചെയ്യാണ്ടാണ് ഒഴിച്ചത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പോളം വെള്ളമാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോന്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സെയിം റെസിപ്പി പനീർ വെച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ മഷ്റൂം ചെയ്യാം, സോയ ചെയ്യാം, വെജിറ്റേറിയൻകാരാണെങ്കിൽ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടില്ലേ, അതായത് ഗരം മസാലയും മുളക് പൊടിയും സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മല്ലിയുടെ ഇല, അതേപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ആവശ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിടണ്ട. 1 ടീസ്പൂൺ ഷുഗർ, ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പരിപാടി കഴിയും. വഴറ്റാനും വലിയ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി, അതായത് ഏലക്കയുടെ പൊടി ഒരു 1/4 ടീസ്പൂണോളം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു ബട്ടർ ചിക്കൻ്റെ വാസന വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടോ. 1 വിസിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ചിക്കന്റെ വേവ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 2 വിസിലൊക്കെ വേണ്ടി വരും. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചിക്കൻ അനുസരിച്ച് ആ വിസിലിന്റെ അളവ് തീരുമാനിക്കണേ, എണ്ണം തീരുമാനിക്കണേ. 1 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്, തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇപ്പൊ നോക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ, സൂപ്പറായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം, കുറച്ച് തിളപ്പിക്കാനുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ആണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് കുറച്ച് 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു അവസാനം ക്രീം ചേർത്താൽ മതി. കുക്കിംഗ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്തെങ്കിലും ഒരു ക്രീം ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്
ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ് വരും. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഒരു ബദാമും കൂടെ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇതിലോട്ട് ഞാൻ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു മാത്രം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓൺ ചെയ്യാം. ഇപ്പം നോക്കുമ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്. ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് ഡാർക്ക് ആവും. മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ഓറഞ്ച് റെഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു അല്പം ഓറഞ്ച് റെഡ് കളർ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നാലും ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ഫീൽ വരുള്ളൂ. പക്ഷേ നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മധുരം നോക്കിയിട്ട് ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് ഹണി ചേർത്താലും മതിയാവും കേട്ടോ. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ കുറച്ചും കൂടെ മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയുടെ ഇല 2-3 പ്രാവശ്യമായിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കസൂരി മേത്തി. നമ്മൾ ചേർത്തിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് കുക്കാവാൻ സമയം എടുക്കും. മാത്രമല്ല ഒന്നും കൂടെ തിക്കായി കഴിഞ്ഞാലാണ് രുചി ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ബട്ടർ ചിക്കൻ അത്യാവശ്യം നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി കുറുകി കഴിഞ്ഞാൽ ആകെ കട്ടിയാവും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഫൈനലി എന്ത് ചെയ്യണം, 2 പച്ചമുളക് മുറിച്ചിടാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് പച്ചമുളകിന്റെ ഒരു വാസന. എരിവ് നോക്കിയപ്പോൾ അങ്ങനെ അത്ര എരിവൊന്നുമില്ല. പിന്നെ ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ഇടാം. ഞാൻ ഇതിലേക്ക് അവസാനം ഇച്ചിരി തണുത്തതിന് ശേഷം മാത്രമാണ് ഹണി ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ഞാൻ ചൂടുള്ള സമയത്ത് തന്നെ ഹണി ഒഴിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ ഓരോരുത്തരുടെ പറയുന്ന അറിവുകൾ വെച്ചിട്ട് മനസ്സിലാക്കി ചൂടുള്ളതിൽ ഹണി ഒഴിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഇച്ചിരി തണുത്തതിന് ശേഷം ഹണി ഒഴിക്കും. പിന്നെയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഗരം മസാലയാണ്. മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സ്, നമ്മുടെ കസൂരി മേത്തി. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചാർക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പുകയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബട്ടർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിത് ഇന്നലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിള്ളേർ പറഞ്ഞതെന്ന് വെച്ചാൽ NYF ഇല്ലേ, NYF എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. NYF ബട്ടർ ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ബട്ടർ ചിക്കൻ ഉണ്ട്. അതിന്റെ ടേസ്റ്റ് ആണ് അമ്മ എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും ഫ്രഞ്ച് ഫ്രൈസും ബട്ടർ ചിക്കനാണ് അവർക്ക് ഇന്നലെ കൊടുത്തത് കോമ്പിനേഷൻ. അപ്പം ഇന്നും ഞാൻ അവർക്ക് അത് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. മീൻസ് ബട്ടർ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ സാധാരണ രീതിയിൽ ആരോഗ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ പിന്നെ ഞാൻ ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹീറോനെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരു ചെറിയ കഷ്ണം, അതായത് ഇപ്പോൾ ഒരു അത് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ബട്ടർ വരും. ബട്ടർ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നല്ല കുറുകിയ ബട്ടർ ചിക്കൻ. എന്തൊരു എളുപ്പമല്ലേ. വഴറ്റണ്ട, സവാള വേണ്ട, ഒന്നുമില്ലാണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ? അപ്പോൾ താങ്ക്സ് ടു മൈ സബ്സ്ക്രൈബർ, എനിക്കിങ്ങനെ ഒരു ഐഡിയ തന്നതിന്. ഞാൻ മറന്നു കിടക്കുമായിരുന്നു ഇങ്ങനെ ഒരു പനീറിൻ്റെ റെസിപ്പിയൊക്കെ. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഹണി ഒഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. എത്ര മധുരം വേണം എന്നുള്ളത് തീരുമാനിച്ചോളൂ. അപ്പം നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള 1 പോട്ട് അല്ലെങ്കിൽ കുക്കർ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുകൊഴുത്തിരിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ. ഈ ബട്ടർ ചിക്കൻ എല്ലാവരും തയ്യാറാക്കി നോക്കണം. മാത്രമല്ല പ്ലീസ് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്